ടീം UDF തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ഇടക്കിടക്ക് കേട്ടിരുന്ന ഒരു ഡയലോഗായിരുന്നു ഇത്. പ്രത്യേകിച്ച് സതീശനിൽ നിന്നുമായിരുന്നു ഈ ഡയലോഗ് കൂടുതൽ വന്നത്. ജയിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് PC വിഷ്ണുനാഥാണ്. UDF ഭൂരിപക്ഷം ലഭിച്ചു കഴിയുമ്പോൾ കോൺഗ്രസിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് 5 മിനിറ്റുകൾക്കുള്ളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കും. നിങ്ങൾക്കൊരു അരമണിക്കൂർ ചർച്ച നടത്താനുള്ള സമയം പോലും ഞങ്ങൾ തരത്തില്ല. 5 മിനിറ്റ് അല്ല, 5 മണിക്കൂറല്ല, 5 ദിവസം പിന്നിട്ടു. ഒരു മുഖ്യമന്ത്രി കസേര, 3 പേര്. അണികൾ തെരുവിൽ അടിയോടടി. ഫ്ലക്സ് യുദ്ധം, പെട്രോൾ ഒഴിക്കൽ, ആത്മഹത്യാ നാടകം, കരിയോയിൽ പ്രയോഗം, വലിച്ചു കീറൽ, തുപ്പല്, സ്പ്രേ പെയിന്റ് പ്രയോഗം, ശയന പ്രദർശനം, അങ്ങനെ വിവിധ കലാപരിപാടികൾ മുറ തെറ്റാതെ നടക്കുന്നു എന്നല്ലാതെ മുഖ്യമന്ത്രി ആരാണെന്ന് ഇതുവരെ തീരുമാനമായില്ല. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടണ്ട എന്നാണ് സ്വന്തമായി വക്കീലാഫീസ് ഉണ്ടെന്ന് ലീഗിലെ തന്നെ യോഗി സർട്ടിഫൈ ചെയ്ത കുഴൽനാടൻ പറയുന്നത്. എങ്കിൽ ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡിൽ കുഴലിന് ഇടമില്ല എന്ന് പറയുന്നത് ലീഗാണ്. എടുത്തിട്ട് പുറത്തു കിട്ടു. വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന നുണേഷിനോട് അല്പം മുഹബത്ത് ലീഗിന് കൂടുതൽ തോന്നുന്നത് സ്വാഭാവികമാണെന്നാണ് ഷാജി ബക്തർ പറയുന്നത്. അതിനിടയിലാണ് മറ്റ് ചിലർ വോട്ടർ മെഷീനിൽ കള്ളക്കളി നടന്നോ എന്ന ആശങ്ക പങ്കുവച്ചത്. അത് വെറുതെ അങ്ങ് പങ്കുവച്ചതല്ല. പോസ്റ്റ് പോൾ സർവേയിൽ LDFന് മുൻതൂക്കം പ്രവചിച്ചിട്ടും UDF 100 കടക്കുമെന്നും 5 ജില്ലകളിൽ UDF തൂത്തുവാരുമെന്നും 1 ഡസനിലേറെ മന്ത്രിമാർ തോൽക്കുമെന്നുമുള്ള സതീഷിന്റെ പ്രവചനങ്ങളും, ധർമ്മടത്ത് ആദ്യ റൗണ്ടുകളിൽ പിണറായി വിജയൻ പിന്നിലാകുമെന്ന അബിൻ വർക്കിയുടെ പ്രവചനവും, UDFും അവരുടെ സ്ഥാനാർത്ഥികളുടെയും കണ്ണുവരെ തള്ളിച്ചു പോയ ഭൂരിപക്ഷവും 11.4% വോട്ട് ഷെയർ കുറഞ്ഞിട്ടും 1 സീറ്റ് പോലും ഇല്ലാത്ത BJPക്ക് 3 സീറ്റുകൾ കിട്ടിയതും അത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ലേ, ഇത് ജനാധിപത്യമല്ലേ എന്ന VD സതീഷിന്റെ ലാഘവ ബുദ്ധിയും, BJPക്ക് 3 സീറ്റ് കിട്ടിയത് ഞങ്ങൾ ഗൗരവത്തോടെ കാണുന്നേയില്ലെന്ന KC വേണുഗോപാലിന്റെ വാക്കുകളും, റിസൾട്ട് വരുന്നതിന് മുമ്പ് ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞ് സതീശൻ കർണാടകയിലേക്ക് നടത്തിയ ചാർട്ടേഡ് വിമാനയാത്രയും, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT ചോദ്യം ചെയ്ത ഒരാളെ കൂടെ കൂട്ടിയതും, NDA നേതാവുമായും അദാനി ഗ്രൂപ്പ് പ്രതിനിധിയുമായി ചർച്ച ചെയ്തതും, അതേസമയം കർണാടകയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആരെയും കാണാതെ തിരിച്ചു പോന്നതും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ കുറ്റം പറയാനാവില്ല. അതെന്തെങ്കിലും ആവട്ടെ, മുഖ്യമന്ത്രി ആരെങ്കിലും ആവട്ടെ, പെൺമക്കളെയും ഭാര്യയെയും കൂട്ടി KSRTC ബസ്സിൽ സൗജന്യ ടൂർ അടിക്കാൻ കാത്തിരിക്കുന്നവരും, അമ്മയുടെ ആസ്മയ്ക്കും അച്ഛൻ്റെ നെഞ്ചുവേദനയ്ക്കും ഇതുവരെ ഡോക്ടറെ കാണിക്കാതെ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ വരവും കാത്ത് ആസ്റ്റർ മിംസിലേക്കും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കും കണ്ണുനട്ട് കാത്തിരിക്കുന്നവരും, 2000-3000 ആകുമെന്ന പ്രതീക്ഷയിൽ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്നവരും, 1000 പോക്കറ്റ് മണി കിട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന കോളേജ് കുമാരകുമാരിമാരും ഒരൊറ്റ പ്രാർത്ഥനയിലാണ്, എങ്ങനെയെങ്കിലും ഒരു മുഖ്യനെ പ്രഖ്യാപിക്കണേ എന്ന്. അതിപ്പോൾ KC ആയാലും വേണ്ടില്ല, RC ആയാലും വേണ്ടില്ല, VD ആയാലും വേണ്ടില്ല, ഏത് വിഡ്ഢിയായാലും വേണ്ടില്ല, ഒരു മുഖ്യമന്ത്രി ആയാൽ മതിയെന്നാണ് അക്കൂട്ടരുടെ ഉള്ളിലിരിപ്പ്. പക്ഷേ 26-ന് വരെ സമയമുണ്ടല്ലോ എന്ന സൂചന നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാവ് ദീപാദാസ് മുൻഷി പോയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് അറിയാൻ ഏകദേശം 1 മാസം കാത്തിരുന്നവരല്ലേ നമ്മൾ. ഇനിയിപ്പോൾ ദീപേച്ച് പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കേണ്ട, കുറച്ച് ദിവസം കൂടി നമുക്ക് അങ്ങ് കാത്തിരിക്കാം. അതുവരെ അമ്മച്ചിയുടെ ആസ്മയും അപ്പച്ചൻ്റെ നെഞ്ചുവേദനയും വനിതാരത്നങ്ങളുടെ സൗജന്യ യാത്രയും 3000 പെൻഷനും 1000 പോക്കറ്റ് മണിയും തൽക്കാലം ഒന്ന് അടക്കി വെക്കണേ. അല്ല പിന്നെ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.